സണ്ണി സൻസ്കാരി കി തുളസി കുമാരി എന്ന് പറയുന്ന കരൺ ജോഹറിൻ്റെ ധർമ്മ പ്രൊഡക്ഷൻസിൻ്റെ അണ്ടറിൽ പ്രൊഡ്യൂസ് ചെയ്ത ജാൻവി കപൂർ, വരുൺ ധവാൻ അങ്ങനെ ഒരു താരനിര വന്ന ഒരു മൂവിയാണ്. റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറി ആണെങ്കിലും ഇത്തവണ തൊട്ടതെല്ലാം പൊന്നാക്കിയ വരുൺ ധവാൻ്റെ ആ ഒരു ഹംതി ശർമ്മ ദുൽഹനിയുടെയും ബദ്രിനാഥ് ദുൽഹനിയുടെ ഒക്കെ ഡയറക്ടറായിട്ടുള്ള ആ ഒരു സംവിധായകൻ്റെ കൂടെ പിന്നെയും ഒന്നിച്ചതിൻ്റെ ഒരു ഗുണം കാണാനുണ്ട്. കാരണം വരുൺ ധവാൻ്റെ പെർഫോമൻസ് ഈ ഒരു സിനിമയിൽ ഒരു വലിയ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം കൂടുതലും ഈ ഒരു സ്പൂഫ്, കരൺ ജോഹറിൻ്റെ പടങ്ങൾ, ഷാരൂഖ് ഖാൻ്റെ പടങ്ങൾ, അങ്ങനെയുള്ള പടങ്ങളെ ഇങ്ങനെ സ്പൂഫാക്കി എടുത്തിരിക്കുന്ന കൈൻഡ് ഓഫ് സീക്വൻസസ് ഒക്കെ മൂവിയിൽ ഒത്തിരി വരുന്നുണ്ട്. സോ അതിലൊക്കെ തന്നെ വരുൺ ധവാൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ട ഒന്നാണ്. ജാൻവി കപൂറിനെ സംബന്ധിച്ച് ഗ്ലാമർ കാണിക്കുന്ന സീക്വൻസും ബാക്കിയുള്ള സീക്വൻസൊക്കെ നല്ലതാണെങ്കിൽ പോലും അതല്ലാതെ വരുന്ന സീക്വൻസ്, അതായത് ഇമോഷണൽ സീക്വൻസസ് ഒക്കെ തന്നെ പ്രത്യേകിച്ച് വർക്കൗട്ട് ആയിട്ടില്ല എന്ന് തന്നെ എടുത്തു പറയണം. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ നോർമൽ ആ ഒരു ബോളിവുഡ് ടെംപ്ലേറ്റിൽ പോകുന്ന ചീസി റൊമാൻസ് ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു 1998 മറ്റോ ഇറങ്ങിയ പ്യാർ തോ ഹോനാ ഹി താ എന്ന് പറയുന്ന അജയ് ദേവ്ഗണിൻ്റെയും കാജോളിൻ്റെയും സിനിമ പലയിടങ്ങളിൽ ഓർമ്മ വരുന്ന രീതിയിലുള്ള സ്റ്റോറി തന്നെയാണ്. ഈ ഒരു സ്റ്റോറി പിന്നെയും ആ ഒരു ബോളിവുഡിൽ തന്നെ പിന്നെയും റീമേക്ക് ചെയ്തിട്ടുണ്ട്. അക്ഷയ് കുമാറിനെ വെച്ച് പ്രിയദർശൻ, അതിന് മുമ്പ് വെട്ടത്തിനകത്തും ചെയ്തിട്ടുണ്ട് ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റോറിയൊക്കെ. സോ അങ്ങനെ പോകുന്ന ഒരു മൂവിയാണ്. എങ്ങനെ പോയാലും നായകൻ അവസാനം ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കും. അതെങ്ങനെയാണെന്നുള്ള സീക്വൻസസ് ഒന്നും തന്നെ വലിയ ഇൻട്രസ്റ്റിംഗ് അല്ല. പക്ഷേ ബാക്കിയുള്ള ഒരു ഫസ്റ്റ് ഹാഫും ഒരു സെക്കൻഡ് ഹാഫിൻ്റെ പകുതി വരെയൊക്കെ അത്യാവശ്യം ഒരു കോമഡിയും ബാക്കിയുള്ള സംഭവങ്ങളും കളർഫുൾ ഫ്രെയിംസും ആ ഒരു ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് പടമാണ്. മേ ബി വർക്കൗട്ട് ആവാതിരിക്കാം. അങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് മൂവിയാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം.